എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെയാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എൻ്റെ പൊൺവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് കേട്ടോ. ഒരു നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർക്കാനുള്ള കുറച്ച് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് ഇത്രയും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കാണേ. പിന്നെ ഒരു പകുതി തക്കാളി, പിന്നെ വേണ്ടുന്നത് പട്ട, ജീരക, ഏലക്ക. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. സ്റ്റൗ കത്തിക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒന്നും ഇടണ്ട, കടുക് മറ്റൊന്നും ഇടണ്ട. ഇത് തണ്ടേ ഈ ഉള്ളി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടത് ഒന്നിടാം. അത് നല്ലോണം ഒന്ന് മൂത്ത് വരണം. നല്ല ടേസ്റ്റുള്ള ഒരു ഉള്ളിക്കറിയാണ്. അതേപോലെ തന്നെ ഇത് ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, നെയ് റോസ്റ്റിന്, പൂരിക്ക് എല്ലാത്തിനും ഇത് നല്ല ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ചെറിയ വീഡിയോ ആണ്, എളുപ്പം ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീഡിയോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതേപോലെ എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് ചുമക്കൊന്നാവണേ. അധികം ചുമക്കുകയും വേണ്ട, ഒന്ന് വാടിയും വേണം. അതേപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തക്കാളി ഇടാം. പകുതി തക്കാളി മതി കേട്ടോ, ഒരു തക്കാളിയുടെ പകുതി. പച്ചമുളകൊന്നും ഇതിലിടണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാടാൻ വേണ്ടി, നല്ല എളുപ്പം ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പിടാം. ഉപ്പിടാം. തക്കാളി ഇട്ടതിന് ശേഷം ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നല്ലോണം ഇത് നല്ല വൃത്തിയായിട്ട് വാട്ടിയെടുക്കണേ. ഭയങ്കരമായിട്ട് റോസ്റ്റ് ആവണ്ട, ഒരു ഇളം ചുവപ്പിൽ നമുക്ക് ഇത് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലോണം ചുമക്ക ആവണം കേട്ടോ. കണ്ടില്ലേ, എളുപ്പം ഇത് വാടിക്കൊള്ളു. ഇതിനകത്ത് കറിവേപ്പിലയും മറ്റു സാധനങ്ങളൊന്നും ഇടണ്ട. ഇത് വാട്ടി നല്ല വൃത്തിയായിട്ട് എടുത്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. മറ്റേ സാധാ മുളക് പൊടിയല്ല ഇതിന് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. സാധാരണ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വാട്ടി അതിനകത്ത് മസാലയൊക്കെ ഇട്ട് മുട്ടയൊക്കെ എടുത്ത് വയ്ക്കുകയല്ലേ. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇത് കണ്ടോ, അങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇനി നമുക്കതിനകത്ത് ഒരു 3 ഏലക്കയും ഒരു ചെറിയ പട്ടയും പെരുംജീരകവും എല്ലാം മിക്സ് ചെയ്തത് നമുക്ക് അതിലോട്ടിടാം. ഇത് ഇട്ടാൽ നമ്മൾ ഗരം മസാല ഉപയോഗിക്കണേ. അപ്പോൾ അത്രയും സാധനം ഇട്ടിട്ടുണ്ട്. അതിട്ടാലും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഇടണം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു 5 കുരുമുളക്, 5 എണ്ണം മതി കേട്ടോ. അത് 8 എണ്ണം എടുത്തിട്ടുണ്ട്, 5 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഗരം മസാലയ്ക്കകത്തെല്ലാം കുരുമുളകും പെരുംജീരകവും എല്ലാം പൊടിച്ച് വെച്ചേക്കാണ്. അതുകൊണ്ട് അതിലും കുരുമുളകിൻ്റെ ഫ്രണ്ട് കാണും, അപ്പോൾ എരി കൂടും. അപ്പോൾ ഒരു 5 കുരുമുളക് അല്ലാതെ ഒന്ന് ഇട്ടാൽ മതി. ഇനി നമുക്കതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇടാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയിട്ട് മിക്സ് ചെയ്യണം. നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ലൊരു മുട്ടക്കറിയാണിത് കേട്ടോ. അപ്പോൾ ഈ പച്ചമണം മാറുന്നിടം വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതെല്ലാം നല്ല മിക്സിങ് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഇത് കുറച്ച് തണുക്കണം. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് കറിയാക്കിയാൽ മാത്രം അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ കേട്ടോ. ഒന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം തണുത്തിട്ടുണ്ട്. ഇതിന്ന് 1 സ്പൂൺ നമുക്ക് മാറ്റി വയ്ക്കണം.
ഒരേ ഒരു സ്പൂൺ കേട്ടോ. അതാണ്ട് ഇത്രയും മാറ്റി വയ്ക്കണം. ബാക്കി നമുക്ക് മിക്സിയിലോട്ട് അരച്ചുകൊണ്ട് വരാം. മിക്സിയല്ല, ജാറിലോട്ടിടാം കേട്ടോ. സോറി, മിക്സിയാണ് അരയ്ക്കുന്ന, ജാറിലോട്ടിടാം. കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചുകൊണ്ട് വരാം. ആ കൂട്ടെല്ലാം കൂടെ ജാറിലോട്ടിട്ടുണ്ട്, ശകലം വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചുകൊണ്ട് വരാം. ഇത് നമ്മുടെ മുട്ടക്കറിയുടെ കൂട്ടെല്ലാം ഞാൻ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കടുക് വറുത്ത് മുട്ടയിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഈ മിക്സിങ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടാൽ മതി. ഇത് നമ്മുടെ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. നമുക്കതിനകത്ത് കടുക്, കറിവേപ്പില, പച്ചമുളക്. എണ്ണ കുറച്ചേ ഒഴിക്കാവൂ കേട്ടോ. നമ്മുടെ അരപ്പൊഴിക്കുക കേട്ടോ. ഇനി കുറച്ച് ജാറ് കഴുകി കുറച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇപ്പോൾ റെഡിയായി. ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മളെ മുട്ട എടുത്ത് ഇതിലിടുക. നല്ല ടേസ്റ്റായ ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ മുട്ട ഇടുക. അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന ആ ഒരു ചെറിയ ഒരു അരപ്പുണ്ടല്ലോ, അതും കൂടി ഇതിലോട്ടിടണം. നമ്മളിത് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പിട്ടായിരുന്നു. ഇനി ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് മാത്രം ഉപ്പിടുക കേട്ടോ. അപ്പോൾ ഉപ്പ് വേണം. ഉപ്പ് ഇട്ട് ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുട്ടയിടാം. മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കുത്തി ഇങ്ങനെ അങ്ങും ഇങ്ങും ആക്കിയിട്ട് മുട്ടയിടുക. അപ്പോൾ എരിയെല്ലാം ആ മുട്ടയ്ക്കകത്തോട്ട്, അരപ്പും ഉപ്പും എല്ലാം അതിലോട്ട് പിടിക്കും. കണ്ടില്ലേ? നല്ല ടേസ്റ്റായ ഒരു മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലോണം തിളച്ച് നല്ലോണം വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല രുചിയായിരിക്കും. നമ്മൾ ഈ അരപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഇതിനി ഇടത്തതേ ഉള്ളൂ. ഇത് ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചേക്കണേ, ലാസ്റ്റ് ഇടാനാണ് കേട്ടോ. ഇപ്പോൾ നല്ലോണം തിളയ്ക്കട്ടെ. ഇത് നല്ല തിളച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതാ ചെറിയ 2 പീസ് ചീസ് കേട്ടോ, ചീസിനകത്തോട്ട് ഇടണം. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന കുറച്ച് അരപ്പുണ്ടല്ലോ, ഈ അരപ്പ് ഇതിലോട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഇനി നല്ലോണം മിക്സ് ചെയ്യുക. കാരണം നമ്മൾ ബാക്കിയെല്ലാം അരച്ചല്ലോ. അരയ്ക്കുമ്പോൾ ഒരു ശകലം സവാളയും വെളുത്തുള്ളിയെല്ലാം ഇത്തിരി ഇങ്ങനെ കിടക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കഴിക്കുന്നവർക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇപ്പം ഇങ്ങനെ നേർത്തിരിക്കണമെങ്കിൽ ഇങ്ങനെ ആക്കി എടുക്കാം. അപ്പോൾ അല്ലാതെ വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ച് റോസ്റ്റ് ചെയ്ത് നല്ലോണം ഉരുട്ടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് കുറച്ചും കൂടെ വറ്റിച്ചെടുത്താൽ നമുക്ക് ദോശയ്ക്ക്, ഇഡ്ഡലി എല്ലാത്തിനും കഴിക്കാം കേട്ടോ. ഇതിലേക്കൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു ചമ്മന്തിയൊക്കെ അരക്കാതെ ഇതേപോലെ ഒരു മുട്ടക്കറിയൊക്കെ വെച്ച് ഇഡ്ഡലി കഴിച്ച് നോക്കണേ, നല്ല രുചിയാണ്. എല്ലാവരും ഇഡ്ഡലി കഴിക്കുമ്പോൾ സാമ്പാർ, ചമ്മന്തി, ഈ 2 സാധനമാണ് ഇഡ്ഡലി. പക്ഷേ ഇങ്ങനൊരു മുട്ടക്കറിയൊക്കെ വെച്ച് ഇഡ്ഡലി കഴിച്ച് നോക്ക്, നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റിട്ടെ. നമ്മളെ കറിയൊക്കെ ശരിയായി വന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം പഞ്ചസാര, കാരണം ഒന്ന് എരിയും ഉപ്പും ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഈ ശകലം ഇട്ടാൽ മതി. കണ്ടില്ലേ? നല്ല തിക്കായ കറിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ കറി ബാലൻസ് വന്നാലും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നമ്മളിന്ന് ചിക്കൻ കറിയൊക്കെ ചോറിന് വേണമെങ്കിലും എടുക്കാൻ പറ്റും ഈ കറി കേട്ടോ. ചിക്കൻ കറിയുടെ കണക്കിരിക്കും അരപ്പ്. അപ്പോൾ നല്ല ടേസ്റ്റ്, ചോറൊക്കെ ഉണ്ണാനും നല്ലതാണ് കേട്ടോ. എല്ലാത്തിനും നല്ലതാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലൊരു മുട്ടക്കറി നിങ്ങൾ ഇഡ്ഡലിയുടെ കൂടെ കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. അതേപോലെ ദോശയ്ക്കും എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ മുട്ടക്കറി നോക്ക് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി മാറ്റാം.
ബട്ടർ അല്ല, സോറി, ചീസ് വേണമെന്നെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല. അത് ഞാൻ ഉണ്ടായതുകൊണ്ട് ഇച്ചിരി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഉപ്പ് ഒന്നും കൂടി നോക്കാം. നമ്മുടെ അലുവയൊക്കെ കറി റെഡിയായിട്ട് വരുമ്പോൾ ഒന്ന് പൊട്ടി 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 വരുമല്ലോ, അതേപോലെ വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ആക്കുക, ഇറക്കുക. അത്രയേ ഉള്ളൂ. ഇത് തണുക്കുമ്പോൾ നല്ല ടേസ്റ്റോടെ ഇരിക്കും കറി. ഇത് തണുത്തിട്ട് വേണം കഴിക്കാൻ കേട്ടോ. കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഈസിയായ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ. കണ്ടില്ലേ. ഓക്കെ, അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബൈ.